ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ അൻസാരികളിൽപ്പെട്ട ഒരു വ്യക്തി ഇസ്ലാം ആശ്ലേഷിച്ചതിന് ശേഷം മുർത്തദ്ദായി, ദീൻ ഒഴിവാക്കി, അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. എന്നിട്ട് അയാൾ മുശ്രിക്കുകളോട് ചെന്നു ചേർന്നു. സുമ്മർത്തദ്ദ വലാഹിഖ ബിൽ മുശ്രിക്കീൻ എന്നാണ്. പക്ഷേ സുമ്മ തനദ്ദം, ദീൻ ഒഴിവാക്കിയ ഈ വ്യക്തിക്ക് പിന്നീട് ഖേദമുണ്ടായി. അങ്ങനെ ഫാർസല ഇലാ ഖൗമിഹി, അയാൾ തൻ്റെ ഗോത്രത്തിലേക്ക് ആളെ അയച്ചു. എന്തിന്? സലൂലി റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹല്ലി മിൻ തൗബത്തിൻ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എനിക്ക് വേണ്ടി ആവശ്യപ്പെടണം, എനിക്ക് ഇനി തൗബക്ക് അവസരമുണ്ടോ എന്ന്. ഫജാഅ ഖൗമുഹു ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിൻ്റെ ആളുകൾ തിരുദൂതരുടെ അടുക്കലേക്ക് വന്നു. ഫഖാലു, അവർ ചോദിച്ചു, ഇന്ന ഫുലാനൻ ഖദ് നദിം, ഇന്ന വ്യക്തി ഇസ്ലാം ഉപേക്ഷിച്ച് മുശ്രിക്കുകളോട് ചെന്ന് ചേർന്നവൻ അയാൾ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു. വ ഇന്നഹു അമറനാ നസ്അലക ഹൽ ലഹു മിൻ തൗബത്തിൻ, അയാൾക്ക് തൗബക്ക് അവസരമുണ്ടോ എന്ന് താങ്കളോട് ചോദിക്കുവാൻ അദ്ദേഹം ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. ഈ ചോദ്യത്തിന് പ്രതികരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നല്ല ഉണ്ടായത്, പിന്നെയോ വാനങ്ങൾക്കുപരിയിൽ നിന്ന് അള്ളാഹുവിൽ നിന്നാണ് ഉണ്ടായത്. ഫനസലത്ത്, അപ്പോഴാണ് ഈ താഴെ വരുന്ന വചനങ്ങൾ അവതരിക്കുകയുണ്ടായത് എന്നാണ്. ഏതാണ് വചനം? കൈഫ യഹ്ദില്ലാഹു ഖൗമൻ കഫറു ബഅദ ഈമാനിഹിം വശഹിദു അന്നർ റസൂല ഹഖ് വജാഅഹുമുൽ ബയ്യിനാതു വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ ഉലൈക ജസാഉഹും അന്ന അലൈഹിം ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ ഖാലിദീന ഫീഹാ ലാ യുഖഫഫു അൻഹുമുൽ അദാബു വലാ ഹും യുൻദറൂൻ ഇല്ലല്ലദീന താബു മിൻ ബഅദി ദാലിക വഅസ്ലഹു ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. സൂറത്ത് ആലി ഇംറാനിൽ അവതീർണമായ വചനങ്ങളാണിവ. ഇസ്ലാം ഉപേക്ഷിച്ച് അവിശ്വാസികളായി മാറിയ ഒരു വിഭാഗം ആളുകളെക്കുറിച്ചാണ്. അത്തരം ആളുകൾക്കുള്ള ശിക്ഷ എന്തെന്നും അവരുടെ കുറ്റം എന്തെന്നും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് ശേഷം ഇല്ലല്ലദീന താബു മിൻ ബഅദി ദാലിക വഅസ്ലഹു, അതിനപ്പുറം തൗബ ചെയ്തവർ ഒഴികെ, വഅസ്ലഹു, നന്നാക്കുകയും ചെയ്തവർ ഒഴികെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇവിടെ തൗബ പ്രഖ്യാപിച്ച ഈ വ്യക്തി തൻ്റെ ഖേദപ്രകടനം അത് പരസ്യമാക്കി, തൻ്റെ വീഴ്ചയെ തുറന്നു പറഞ്ഞു. അയാളുടെ മതപരിത്യാഗം കാരണത്താൽ അയാളുണ്ടാക്കിയ ഫസാദ് സ്വകാര്യതയിൽ തൗബ ചെയ്തല്ല അദ്ദേഹം പരിഹരിച്ചത്. പ്രത്യുത ഖേദപ്രകടനം നടത്തി, സ്വകാര്യമാക്കി. പക്ഷേ അത് തുറന്ന് തൻ്റെ നാട്ടുകാരോട് പറയുകയും അവർ തുറന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ വിഷയത്തിൽ ചോദ്യം ഉന്നയിക്കുകയും ചെയ്തു. അള്ളാഹു അവൻ്റെ വചനങ്ങളെ എല്ലാവരും പാരായണം ചെയ്യപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കുകയുമുണ്ടായി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയുന്നത്, ഫബഅസ ബിഹാ ഖൗമുഹു, ഈ വചനങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ഈ വചനങ്ങൾ ആ തൗബ ചെയ്ത വ്യക്തിയുടെ ജനത അയാളിലേക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ ഫറജഅ തായിബൻ, അയാൾ തൗബ ചെയ്ത് തിരുസവിധത്തിലേക്ക് മടങ്ങി വന്നു. ഫഖബില റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാലിക മിൻഹു, അയാളുടെ ആ തൗബ അദ്ദേഹത്തിൽ നിന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. വഖല്ല അൻഹു, അദ്ദേഹത്തെ വെറുതെ വിടുകയുമുണ്ടായി എന്നാണ് ഈ സംഭവത്തിലുള്ളത്. ഇമാം അഹ്മദ് അദ്ദേഹത്തിൻ്റെ മുസ്നദിലും ഇമാം നസായി അദ്ദേഹത്തിൻ്റെ സുനനിലുമൊക്കെ ഉദ്ധരിച്ച ഒരു സംഭവമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അപ്പോൾ ചില തെറ്റുകൾക്ക് സ്വകാര്യതയിലുള്ള ഖേദപ്രകടനം മാത്രം മതിയാകില്ല, അതിൽ പരസ്യ പ്രസ്താവനയും തുറന്നു പറച്ചിലും അതുണ്ടാകേണ്ടതുണ്ട്. കേടാക്കിയത് നന്നാക്കേണ്ടതുണ്ട്, തൻ്റെ ചെയ്തികളെയും നന്നാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ പഠിക്കുവാനുള്ളത്.